Hello everyone, welcome to Groww YouTube channel Malayalam. എൻ്റെ പേര് ഷയാസ് റഫിയ മൊയ്തീൻ. കഴിഞ്ഞ തവണ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ NSDL, CDSL, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, ബ്രോക്കേഴ്സ്, ക്ലിയറിംഗ് കോർപ്പറേഷൻസ്, സെബി തുടങ്ങിയ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സിനെ കുറിച്ചും സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ കുറിച്ചുമൊക്കെ വിശദമായി നമ്മൾ പറഞ്ഞിരുന്നു. കാണാത്തവർ ആ വീഡിയോ കൂടെ കാണുക. ഈ വീഡിയോയിൽ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ കൊടുക്കേണ്ടി വരുന്ന വിവിധ ടാക്സുകളെക്കുറിച്ചും മറ്റു ചാർജുകളെക്കുറിച്ചും മനസ്സിലാക്കാൻ പോവുകയാണ്. ഒപ്പം ട്രേഡിങ്ങിനായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബ്രോക്കർ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളും അത് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഇത്തരത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ 2 or 3 വീഡിയോസായി നമ്മൾ ഈ ചാനലിൽ ഓരോ ആഴ്ചയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ആ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടങ്ങുന്നതിന് മുമ്പ് പറയട്ടെ, ഈ ചാനലിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ വീഡിയോകളിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ആളുകൾക്ക് ഈ വിഷയങ്ങൾ പഠിക്കാൻ ഉദ്ദേശിച്ചുള്ളത് മാത്രമാണ്. സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ആദ്യം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് നടത്തുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന ഓരോ ചാർജുകളും വിശദീകരിക്കും. ലാസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് ഇവ എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത് അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിനെ കുറിച്ചും ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ചും പറഞ്ഞിരുന്നല്ലോ. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് നടത്താൻ ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഈ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ചാർജാണ് അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ്. ഗ്രോയിലൂടെയാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് 0 ആണ്, ചാർജ് ഇല്ല. അടുത്തത് അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് ഓർ AMC. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അടക്കമുള്ള മിക്ക ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസും NSDLലോ CDSLലോ വഴി ഒരു ഡിമാറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇൻവെസ്റ്റേഴ്സിൽ നിന്നും ഒരു ചാർജ് ഈടാക്കും. അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് ഓർ AMC എന്നാണ് ഇതിന് പറയുക. അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് ഈടാക്കാത്ത ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആണ് ഗ്രോ. AMC ഇൻ ഗ്രോ ഈസ് ഓൾസോ 0. നെക്സ്റ്റ്, ബ്രോക്കറേജ്. സ്റ്റോക്ക് ബ്രോക്കർമാർ ഇൻവെസ്റ്റേഴ്സിന് നൽകുന്ന ഈ സേവനങ്ങൾക്ക് അവർ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ഫീസ് ഈടാക്കും. ഇതിനെ ബ്രോക്കറേജ് എന്ന് വിളിക്കുന്നു. ട്രേഡ് ചെയ്യപ്പെട്ട സ്റ്റോക്കുകളുടെ മൂല്യത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ് ബ്രോക്കറേജായി ഇവർ ഈടാക്കാറുള്ളത്. ഗ്രോവിൽ ബ്രോക്കറേജ് ചാർജ് എന്ന് പറയുന്നത് ഓരോ ഓർഡറിനും 20 rupees അല്ലെങ്കിൽ ഓർഡർ ചെയ്ത സ്റ്റോക്കുകളുടെ മൂല്യത്തിൻ്റെ 0.05%. ഇതിലേതാണോ കുറവ് അത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ വാങ്ങുന്ന സ്റ്റോക്കിന് 1000 രൂപ വിലയുണ്ടെന്ന് കരുതുക. അപ്പോൾ ബ്രോക്കറേജ് ചാർജ് 1000 രൂപയുടെ 0.05% ആണ്. അത് 50 പൈസ ആയിരിക്കും. ഇനി ഒരു ടാക്സ് ആണ് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. സെക്യൂരിറ്റി എന്നത് ഒരു ബ്രോഡ് ടേം ആണ്. നമ്മുടെ ഷെയറുകളും സ്റ്റോക്കുകളും സെക്യൂരിറ്റിയിൽ പെടും. ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ടാക്സ് ആണ് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. ഇത് 2 ടൈപ്പായിട്ടാണ് ഈടാക്കാറുള്ളത്. ആദ്യം ഇൻട്രാഡേ ട്രേഡിംഗ് സമയത്തുള്ള സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സിനെ കുറിച്ച് പറയാം. അപ്പോൾ എന്താണ് ഈ ഇൻട്രാഡേ ട്രേഡിംഗ്? നമ്മൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് വഴി ഒരു ഷെയർ വാങ്ങുന്നു. അത് അന്ന് തന്നെ നിങ്ങൾ വിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. അതായത് ഒരേ ട്രേഡിംഗ് ദിവസത്തിനുള്ളിൽ നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. ഇൻട്രാഡേ ട്രേഡിംഗിൽ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ വാല്യൂയുടെ 0.025% ആണ്. ഇത് സെല്ലിംഗ് ട്രാൻസാക്ഷന് മാത്രമേ ഈടാക്കുകയുള്ളൂ. ഷെയർ വാങ്ങുന്നതിന് ഈ ടാക്സ് ബാധകമല്ല. ഇൻട്രാഡേ ട്രേഡിംഗിൽ ഒരേ ട്രേഡിംഗ് ദിവസത്തിനുള്ളിൽ നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാൽ ഈ സ്റ്റോക്കുകൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് എത്തുന്നില്ല. അതിനു മുൻപേ ഇത് സെല്ലായി പോയി. പക്ഷേ നമ്മൾ നമ്മുടെ ഷെയറുകൾ ഇങ്ങനെ വാങ്ങിയ ദിവസം തന്നെ വിൽക്കാതെ ദീർഘകാലത്തേക്ക് നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. ഇത് ചിലപ്പോൾ 2 ദിവസത്തിനായിരിക്കാം, ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ വരെ ആകാം. ഇതിനെ ഡെലിവറി ട്രേഡിംഗ് എന്നാണ് വിളിക്കുക. ഇവിടെ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ വാല്യൂയുടെ 0.1% ആണ്. മാത്രമല്ല സെല്ലിംഗ് ട്രാൻസാക്ഷനും ബൈയിങ് ട്രാൻസാക്ഷനും വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഇത് ബാധകമാണ്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗിൽ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ വാല്യൂയുടെ 0.025% ആണ്. ഇത് സെല്ലിംഗ് ട്രാൻസാക്ഷന് മാത്രമേ ഈടാക്കുകയുള്ളൂ. ഡെലിവറി ട്രേഡിംഗിൽ ഈ ടാക്സ് 0.1% ആണ്. അത് സെല്ലിംഗ് ട്രാൻസാക്ഷനും ബൈയിങ് ട്രാൻസാക്ഷനും ബാധകമാണ്.
നെക്സ്റ്റ് വൺ സ്റ്റാമ്പ് ഡ്യൂട്ടി. ഇതൊരു ഗവൺമെൻറ് ടാക്സ് ആണ്. സ്റ്റോക്ക് വാങ്ങുമ്പോഴാണ് ഇത് ഇമ്പോസ് ചെയ്യുന്നത്. നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ആ കോൺട്രാക്റ്റ് രേഖപ്പെടുത്തിയ മുദ്രപത്രം അഥവാ സ്റ്റാമ്പ്ഡ് നോട്ട് ഇഷ്യൂ ചെയ്യാനായി ബ്രോക്കേഴ്സ് ഈ ടാക്സ് കളക്ട് ചെയ്യും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു സ്റ്റോക്ക് ബ്രോക്കർ നടത്തുന്ന ഏതൊരു ട്രേഡിൻ്റെയും ലീഗൽ റെക്കോർഡ്, നിയമപരമായ രേഖയാണ് ഈ സ്റ്റാമ്പ്ഡ് കോൺട്രാക്ട് നോട്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടിയും രണ്ട് തരത്തിലാണ് ഈടാക്കുന്നത്. ഇൻട്രാഡേ ട്രേഡിംഗിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി 0.003% ആണ്. ഡെലിവറി ട്രേഡിംഗിൽ 0.015%. ഈ രണ്ട് ട്രേഡിംഗ് മെത്തേഡിലും സ്റ്റാമ്പ് ഡ്യൂട്ടി ഈടാക്കുന്നത് ഷെയറുകൾ വാങ്ങുമ്പോൾ മാത്രമാണ്, വിൽക്കുമ്പോൾ ഇല്ല. അടുത്തത് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചും ക്ലിയറിംഗ് മെമ്പേഴ്സും എല്ലാ ട്രേഡുകളിലും ഈടാക്കുന്ന ചാർജാണ് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ്. ടോട്ടൽ ട്രാൻസാക്ഷൻ വാല്യൂയുടെ 0.00345% ആണിത്. NSEക്കും BSEക്കും ഈ ഫീസ് സെയിം ആണ്. ഇൻട്രാഡേ ട്രേഡിംഗ് ആയാലും ഡെലിവറി ട്രേഡിംഗ് ആയാലും ഇത് സെയിം ആണ്, 0.00345% തന്നെ. സ്റ്റോക്ക് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഈ ഫീസ് ബാധകമാണ്. അടുത്തത് സെബി ടേൺ ഓവർ ചാർജ്. സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററായ സെബിയെ കുറിച്ച് നമ്മൾ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. സ്റ്റോക്കുകളുടെ സെയിൽ ആൻഡ് പർച്ചേസ് ട്രാൻസാക്ഷന് സെബി ഈടാക്കുന്ന ചാർജാണിത്. ടോട്ടൽ ട്രാൻസാക്ഷൻ വാല്യൂയുടെ 0.00005% ആണിത് ഫോർ ബോത്ത് ഇൻട്രാഡേ ട്രേഡിംഗ് ആൻഡ് ഡെലിവറി ട്രേഡിംഗ്. സ്റ്റോക്ക് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഈ ഫീസും ബാധകമാണ്. ഇനി പറയാനുള്ളത് DP ചാർജസ്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഇല്ലേ, അവർ ഈടാക്കുന്ന ചാർജാണിത്. DP ചാർജ് ബാധകമാകുന്നത് ഡെലിവറി ട്രേഡുകൾക്ക് മാത്രമാണ്. അതായത് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഡെലിവർ ആയ സ്റ്റോക്ക് സെൽ ചെയ്യുമ്പോൾ മാത്രം. DP ചാർജസ് ഒരു ഫ്ലാറ്റ് ട്രാൻസാക്ഷൻ ഫീ ആണെന്ന് പറയാം. കാരണം എത്ര സ്റ്റോക്ക് വിറ്റു അല്ലെങ്കിൽ എത്ര വാല്യൂയുടെ സ്റ്റോക്ക് വിറ്റു എന്നതൊന്നും ഈ ചാർജിനെ ബാധിക്കുന്നില്ല. ഒരു ട്രേഡിംഗ് ഡേയിൽ ഒരു കമ്പനിയുടെ എത്ര സ്റ്റോക്കുകൾ വിറ്റാലും നമുക്ക് കൊടുക്കേണ്ടി വരുന്ന DP ചാർജ് എന്ന് പറയുന്നത് 13 rupees 50 ആണ്. ഇൻട്രാഡേ ട്രേഡിങ്ങിന് DP ചാർജ് ഇല്ല, ഡെലിവറി ട്രേഡുകൾക്ക് മാത്രമേ ഇതുള്ളൂ. ഇനി വരുന്നത് GST, ഗൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ബ്രോക്കറേജ്, DP ചാർജസ് ആൻഡ് എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജസ്. ഇതിനെല്ലാം തന്നെ GST ഉണ്ട്. ഈ ടാക്സുകളുടെ 18% ആണ് അവയുടെ GST ആയി വരുന്നത്. സ്റ്റോക്ക് വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും GST അപ്ലിക്കബിൾ ആണ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു കമ്പനിയുടെ 100 rupees വീതം വില വരുന്ന 10 ഷെയറുകൾ നിങ്ങൾ വാങ്ങുകയാണ് എന്ന് കരുതുക. ഗ്രോ ആപ്പിലൂടെയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പേ ചെയ്യേണ്ടി വരുന്ന ട്രാൻസാക്ഷൻ കോസ്റ്റ് എത്രയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. 100 രൂപയ്ക്ക് 10 ഷെയറുകൾ വാങ്ങാനാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. സോ ടോട്ടൽ ഓർഡർ വാല്യൂ 1000 rupees. ബ്രോക്കറേജ് ആയി ഇതിൻ്റെ 0.05%, അത് 50 പൈസ ആയിരിക്കും. ഇനി സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്, അത് എത്ര വരും? 0.1%, ദാറ്റ് ഈസ് 1 rupee. എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ചാർജ് 0.00345%, ദാറ്റ് ഈസ് 0.03 rupees. സെബി ടേൺ ഓവർ ചാർജ്, ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 0. GST 18%, that will be 0.1 rupees. ലാസ്റ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി അത് 0.15 rupees വരും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ടോട്ടൽ ചാർജ് ഒരു 1.75 rupees ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 1000 രൂപയുടെ ഷെയറുകൾ വാങ്ങുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ 1001 രൂപ 78 പൈസ മുടക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇൻട്രാഡേ ട്രെയിനിങ്ങിനൊന്നും പോയില്ല എന്ന് വിചാരിക്കുക. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഡെലിവർ ആകും. 5 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഈ ഷെയറുകൾ 110 rupees പെർ ഷെയർ എന്ന വിലക്ക് വിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. ഓരോ ഷെയറിനും 110 rupees. 110 രൂപയ്ക്ക് 10 ഷെയർസ് വിൽക്കാനാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. സോ ടോട്ടൽ ഓർഡർ വാല്യൂ 1100 rupees. ബ്രോക്കറേജ് ആയി 55 പൈസ വരും. ഇനി സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ചാർജായി 1 rupee വരും. എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ഇവിടെ 0.04 rupees. സെബി ടേൺ ഓവർ ചാർജ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0. GST 18%, ദാറ്റ് വിൽ ബി 0.11 rupees. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ടോട്ടൽ ചാർജ് ഒരു 1.75 rupees ആണ്. അപ്പോൾ നിങ്ങൾ 1100 രൂപയ്ക്ക് ഷെയറുകൾ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചാർജുകൾ കിഴിച്ച് 1098 രൂപ 3 പൈസ ലഭിക്കും. ഇനി ഈ വിൽപ്പന നിങ്ങൾ ഇൻട്രാഡേ ട്രെയിനിങ് ആയിട്ടാണ് നടത്തിയതെങ്കിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. 10 ഷെയറുകൾ 100 rupeesന് വാങ്ങുന്നു, 110 rupeesന് സെയിം ട്രേഡിംഗ് ഡേ തന്നെ നമ്മളത് മുഴുവൻ വിൽക്കുന്നു. ഇവിടെ ടോട്ടൽ ചാർജ് 1.35 rupees നമുക്ക് വരിക. അതായത് 1000 രൂപ വിലയുള്ള ഷെയർസ് വാങ്ങുകയും അതേ ട്രേഡിംഗ് ഡേ തന്നെ 1100 രൂപയ്ക്ക് വിൽക്കുകയും ചെയ്യുമ്പോൾ 100 rupees ആണ് ലാഭം വേണ്ടത്. എന്നിരുന്നാലും ചാർജുകൾ കിഴിച്ചാൽ നിങ്ങളുടെ ലാഭം 98.65 rupees ആവും. ഓക്കെ, ഇനി സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ടാക്സേഷൻ കൂടെ നമുക്ക് നോക്കാം. 3 തരത്തിലാണ് ടാക്സേഷൻ വരിക. ഒന്നാമത്തേത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ.
ക്യാപിറ്റൽ ഗെയിൻ എന്ന് വെച്ചാൽ മൂലധന നേട്ടം എന്ന് പറയും. നമ്മുടെ കയ്യിലുള്ള അസറ്റിൻ്റെ മൂല്യത്തിൻ്റെ വർധനവ്. അസറ്റ് എന്ന് വെച്ചാൽ മലയാളത്തിൽ ആസ്തി എന്ന് പറയും. നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ, റിയൽ എസ്റ്റേറ്റ്, ഇതൊക്കെ ആകാം. ഇതൊക്കെ ലാഭത്തിന് വിൽക്കുമ്പോൾ അവയുടെ മൂല്യം, വാല്യൂ കൂടുകയാണല്ലോ. അതാണ് ക്യാപിറ്റൽ ഗെയിൻ. അതുകൊണ്ട് ഒരു അസറ്റിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ എത്രയാണെന്ന് കണക്കാക്കുന്നത് ആ അസറ്റ് വിൽക്കപ്പെടുമ്പോഴാണ്. അപ്പോൾ നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങി ഒരു വർഷത്തിനുള്ളിൽ ലാഭത്തിൽ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് അടയ്ക്കേണ്ടത്. 15% ആണ് ഇതിൻ്റെ റേറ്റ്, ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ടാക്സ് സ്ലാബ്. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്താണെന്ന് നോക്കാം. നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങി ഒരു വർഷത്തിന് ശേഷമാണ് അത് ലാഭത്തിൽ വിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് അടയ്ക്കേണ്ടത്. 1 lakh rupees വരെയുള്ള ക്യാപിറ്റൽ ഗെയിനിന് ഈ ടാക്സ് അടയ്ക്കേണ്ട. അതിന് മുകളിൽ വന്നാൽ 10% ആണ് ടാക്സ് വരിക, ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ടാക്സ് സ്ലാബ്. ഇനി ലാസ്റ്റ് വൺ, ടാക്സ് ഓൺ ഡിവിഡൻസ്. ഒരു കമ്പനി അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സുമായി പങ്കിടുന്ന ലാഭത്തിൻ്റെ ഭാഗമാണ് ഡിവിഡൻസ്. ഡിവിഡൻസ് എന്താണെന്ന് വിശദമാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയി നമുക്ക് വിശദീകരിക്കാം. ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഷെയറുകളിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ഇൻകം ടാക്സബിൾ ആണ്. ഈ ടാക്സേഷന് നിങ്ങളുടെ ടാക്സ് സ്ലാബ് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ കൊടുക്കേണ്ടി വരുന്ന വിവിധ ടാക്സുകളെക്കുറിച്ചും മറ്റു ചാർജുകളെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽഡ് ആയി മനസ്സിലാക്കി സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമായി കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.